എല്ലാവർക്കും നമസ്കാരം. യൂട്യൂബിൻ്റെ വേറൊരു പുതിയ അപ്ഡേറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. 31 മാർച്ച് മുതൽ യൂട്യൂബിൽ ഷോർട്ട് വ്യൂസ് കൂടുന്നതാണ്. പലരും വന്ന് ചോദിക്കുന്നൊരു കാര്യമാണ്, യൂട്യൂബിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഷോർട്സ് വളരെയധികം വ്യൂസ് കുറവാണ് എന്ന ഒരു കംപ്ലൈൻറ്റ് ജനറലി എല്ലാവരും വന്ന് ചോദിക്കുന്നതാണ്. അപ്പോൾ യൂട്യൂബ് ഇത് ഒരു കോമ്പറ്റീഷൻ എന്നുള്ള രീതിക്ക് വരുന്നത് ഇൻസ്റ്റഗ്രാമുമായിട്ടാണ്. കാരണം ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ റീൽസ് സ്ക്രോൾ ചെയ്ത് പോകുമ്പം നമ്മളത് വാച്ച് ചെയ്തില്ലെങ്കിൽ പോലും ഈച്ച് വൺ ഒരു വ്യൂ ആയിട്ട് കൗണ്ട് ചെയ്യപ്പെടും. എന്നാൽ യൂട്യൂബിലായിക്കോട്ടെ 3 സെക്കൻഡെങ്കിലും ആ ഒരു ഷോർട്സ് വീഡിയോ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ഒരു വ്യൂ ആയി കണക്കാക്കപ്പെടുകയില്ല. അതുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാമിൽ ഒരേ വീഡിയോ ഇടുമ്പോൾ കൂടുതൽ വ്യൂസും യൂട്യൂബിൽ ഷോർട്സിന് വ്യൂ കുറവും കാണുന്നത്. അപ്പോൾ ഇങ്ങനൊരു ടൈറ്റ് കോമ്പറ്റീഷൻ വന്നതുകൊണ്ടാണ് യൂട്യൂബ് ഇങ്ങനൊരു പുതിയ അപ്ഡേറ്റ് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി യൂട്യൂബിൽ നിങ്ങളുടെ ഷോർട്സിന് വ്യൂസ് കൂടും. എഗെയിൻ ഇനി ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്, ഇങ്ങനെയുള്ള വ്യൂസിലൂടെ 10 മില്യൺ 3 മാസത്തിൽ 10 മില്യൺ വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ മോണിറ്റൈസേഷന് എലിജിബിൾ ആകുമോ എന്നൊരു ചോദ്യം നിങ്ങൾ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ മോണിറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ വ്യൂസും കൗണ്ട് ആക്കത്തില്ല. ഇങ്ങനെയുള്ള ക്ലിക്കിലൂടെ വരുന്നുള്ള വ്യൂസ് കണക്കാക്കുകയില്ല. എൻഗേജ്മെൻറ്റ് വ്യൂസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന വ്യൂസിൻ്റെ നമ്പർ മാത്രമേ മോണിറ്റൈസേഷന് 10 മില്യൺ എലിജിബിലിറ്റി എന്നുള്ളൊരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യത്തുള്ളൂ. പക്ഷേ ഇത് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് വ്യൂസ് കൂട്ടാനും അതുവഴി കൂടുതൽ വ്യൂവേഴ്സിലേക്ക് നിങ്ങളുടെ കണ്ടൻറ് എത്തിക്കാനും നിങ്ങളുടെ ചാനലിൻ്റെ റീച്ച് കൂട്ടാനുമുള്ള അവസരമാണ് ഇത്. ഷോർട്സ് ഇടുന്നതിലൂടെ നിങ്ങളുടെ കണ്ടൻറ്റ് യൂട്യൂബ് തന്നെ പല പേജുകളിലേക്ക് റെക്കമെൻഡ് ചെയ്യുകയും അതിലൂടെ ഓർഗാനിക്കായിട്ട് തന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ കൂടുതൽ വ്യൂസ് കിട്ടാനുള്ള സാധ്യത വീണ്ടും ഏറുകയാണ്. പുതിയതായി യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം ഒരു ഉത്തമമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. എല്ലാവരും ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ എപ്പോഴും യൂട്യൂബിൻ്റെ പോളിസീസും ആഡ്സെൻസ് പോളിസീസും ചേഞ്ച് ആവുന്നത് വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് മാത്രം യൂട്യൂബ് ഷോർട്സ് ക്രിയേറ്റ് ചെയ്യുക. യൂട്യൂബ് ഷോർട്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മേക്ക് ഷുവർ ഒരു 30 സെക്കൻഡിലെങ്കിലും കുറയാതെ തന്നെ ആ വീഡിയോയുടെ ലെങ്ത് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഉറപ്പായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ തമ്പനെയിൽ ആഡ് ചെയ്യുക. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു തമ്പനെയിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ആളുകൾ അത് നോക്കാനും ക്ലിക്ക് ചെയ്യാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമൈസ് ചെയ്ത് ഏറ്റവും നല്ല രീതിക്ക് ഉള്ള ഒരു തമ്പനെയിൽ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ടൈറ്റിലും #ടാഗ്സ് കൊടുക്കുക. ഹിഡൻ ടാഗ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് യൂട്യൂബിലുണ്ട്. ഹിഡൻ ടാഗ്സ് കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഒരു കണ്ടൻറ്റിനെ സെർച്ച് ലിസ്റ്റിൽ ഏറ്റവും അധികം ആദ്യം പോപ്പുലേറ്റ് ചെയ്തു വരാനായിട്ട് സഹായിക്കും. അപ്പോൾ എല്ലാവരും ഈ യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേറ്റ് ഉപയോഗിക്കുക. എല്ലാവർക്കും ഒത്തിരി വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.